നാളെന്ന് പറഞ്ഞേ. നാളെ എന്തോ ഇനിയും പറയാനാ? നാളെയല്ല, നാള് പറ. നാളോ? എന്റെ ജോത്സനെ ജോത്സനെ അല്ല, പുള്ളിയുടെ പ്രശ്നം പറ്റി ഞാൻ ശപിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അക്കത്തിക്ക് താന വരുമ്പേ കയ്യെ കൊത്തും കരും കൊത്ത്. നിനക്കറിയാമെങ്കിൽ നീ അങ്ങ് ചെയ്യും. മരത്തുപോക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, അതും അറിയാം. ഞാൻ ഈ പറയുന്ന സാധനം വീടിന്റെ 4 മൂല വെക്കണം കേട്ടോ. തകിടായിരിക്കും മേടിച്ചു. CCTV ക്യാമറ 4 മൂലയിൽ സ്ഥാപിക്കും. വരുന്നവരും പോകുന്നവരും മൊത്തം അതിനകത്ത് കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിന്റെ അവിടെ എന്തോ ഒരു ദോഷമാണ്. ഇല്ല ഇല്ല. എടാ, എന്നാലും ഇത് എന്തെങ്കിലും ഫോൺ വഴി കാണണ്ടേ ഇതിന്? ഇത് ഇന്ന് രണ്ടിലും നിന്ന് അറിയണം. എല്ലാം നമ്മൾ ഇത് വെച്ചോണ്ടാ ശരിയാകത്തില്ല. ശ്രീധനത്തിന്റെ ഇത് കിട്ടാനുണ്ട്, എനിക്ക് കിട്ടാനുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് ഒരു വീട്ടിലാണ് നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതിലൂടെ നമുക്ക് വേറെ ആൾ പണി നല്ല പണി. അതെങ്ങനെയാണ് അതിന്റെ ഒരു ഫോൺ വഴി? ഇനി വല്ല കൂടത്തോ അതോ നമുക്കറിയാൻ ഒക്കത്തില്ല. ഞാൻ അതാ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ പോയി നോക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ജോത്സിനെ വിളിച്ചു. ഹലോ, എവിടെ അടി? നിന്നെ ഇതുപോലെ ആരെ വിളിച്ചേ? ഞങ്ങളുടെ അപ്പച്ചിയുടെ മോൾ ജോത്സിനെ വിളിച്ചു. ജോത്സിനെ? ആ ജോത്സിനെ അല്ല, ഒരു പ്രശ്നത്തിന്റെ പ്രശ്നം നോക്കത്തില്ലേ, പ്രശ്നം ചെയ്യാൻ ഉണ്ടാക്കത്തില്ലേ, പ്രശ്നം പറയത്തില്ലയോ? എടാ, അത് ആരാന്നറിയാമോ? ബിജു, മാക്രി ബിജു. അവൻ ഇന്നലെ അടിച്ചോണ്ട സമയത്ത് ഈ ടച്ചിങ് കിട്ടിയില്ല പ്രശ്നം വെച്ച അവൻ പറഞ്ഞോണ്ടിരുന്നു. ആ പ്രശ്നം അല്ല, നമ്മൾ ഇത് നോക്കത്തില്ലയോ? നമ്മുടെ കബഡിയൊക്കെ നേരത്തെ ഇത് നോക്കത്തില്ലയോ? നമ്മൾ അടൂര് പറഞ്ഞ ആ പുള്ളി എങ്ങനെ ഉണ്ട്? എന്റെ ദൈവമേ, അടൂര് പോകാതിരിക്കുന്നത് നല്ലത്. അവിടെ മുടിഞ്ഞ പ്രശ്നം ഞാനുടെ ആ ജ്യൂസ് ഉണ്ടല്ലോ, പുള്ളിയുടെ മൂത്ത മരുമോൻ ഇന്നലെ വെട്ടു അതാണ്ടൊക്കെ ചെയ്ത് അവിടെ മുടിഞ്ഞ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പുള്ളി ഇപ്പൊ പ്രശ്നം വെപ്പ് നടക്കത്തില്ലല്ലോ. അങ്ങനെ അവിടെ പോകുന്നത് പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ജോത്സനുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇനി ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയാൻ പറ്റുമോ? ആ പ്രശ്നം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിനക്ക് പോകുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു പ്രശ്നമില്ല. നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോകാം. ഉണ്ടേ പോകാമെന്നോ? ഇത് പിന്നെ വലിയ പ്രശ്നമായത്. ഒരു പ്രശ്നമാകത്തില്ല. ഇത് വേറെ നീ പറഞ്ഞ പ്രശ്നമാക്കായിരുന്നു. നമുക്ക് ആ പ്രശ്നം നോക്കാം. എന്താ പേരെന്തോന്നാ പറഞ്ഞേ? കക്ക. കക്ക മൊന്നയാണോ? അല്ല, എന്തോ എന്റെ പേര് ചോദിച്ചേ? നിങ്ങളുടെ പേരെന്തോ ചോദിച്ചു? എന്റെ പേര് കൊച്ചുമോൻ. കൊച്ചുമോൻ. എന്റെ പേരോട് പറഞ്ഞോളാ. രായൻ. രായനും കൊച്ചുമോനും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നും അറിയാമോ? എന്താ ബന്ധം പറ. ഞങ്ങൾ രണ്ടും ചേട്ടത്തെ അനിയത്തിമാരെ കല്യാണം കഴിച്ചിരിക്കും. എന്റെ എന്തോ നിന്റെ ബിന്ദു. നിങ്ങൾ ബന്ധുവാ? എന്തോ ആവ്. നാളെന്ന് പറഞ്ഞേ. നാളെ എന്തോ ഇനിയും പറയാനാ? നാളെയല്ല, നാള് പറ. നാളോ? നാളെ ചിത്തിര. എന്തോ പ്രശ്നം എന്തോന്ന് പറ. പ്രശ്നം എന്തുവാന്ന് നമ്മുടെ ആ പ്രശ്നം മൊത്തം പറഞ്ഞു കൊടുക്കാൻ അതിന് പരിഹാരം വേണം. ഞങ്ങൾക്ക് ഇതുവരെ സ്ത്രീധനം കിട്ടിയിട്ടില്ല. പൈസ അച്ഛന്റെ കസ്റ്റഡിയിലുണ്ട്, വസ്തുവും കിട്ടിയിട്ടില്ല. തരാം 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 എന്ന് പറയുന്നല്ലാതെ തന്നിട്ടില്ല. ഈ ആടിന് പഴം നീട്ടുന്ന പരിപാടിയാ. ബാക്കി ഇപ്പമായിട്ട് തരാം. ശരിയാക്കി തരാം. ഒന്നുമില്ല, അവിടെ ഞാൻ ഇതേ നോക്കി പറഞ്ഞില്ലോ. എന്നെ പാക്കണം, എന്നെ പാക്കണം, ആള് പാക്കണം, തരം പാക്കണം, പക്കം പാക്കണം. പാണ്ഡ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശനിയാഴ്ച വരുന്ന പാണ്ഡ്യമായിട്ട്. അല്ല, പാണ്ഡ്യക്കാരുമായിട്ട് വല്ലതും പാണ്ഡ്യനാട്ടി വല്ല ബന്ധം വല്ലതും ഉണ്ടോ? എന്റെ അച്ഛന് തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ട്. കമ്പമായിരുന്നു. തമിഴ്നാട്ടിലെ കമ്പത്തിൽ പോയി ഇഷ്ടമാണോ? അല്ലെന്ന്, തമിഴ്നാട് എന്നോടായിരുന്നു കമ്പം. ഓ, അങ്ങനെ അങ്ങനെ അവിടുത്തുകാരനായിരുന്നു. അക്കത്തിക്ക് താന വരുമ്പേ കയ്യെ കൊത്തും കരും കൊത്ത്. നിനക്കറിയാമെങ്കിൽ നീ അങ്ങ് ചെയ്യും. അതല്ല, മന്ത്രത്തിൽ കയറി കളിക്കാതെ ചുമ്മാ. പ്രശ്നം പറ്റി ഞാൻ ശപിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊത്തിക്ക് താനവരമ്പ് കയ്യക്കൊത്ത് കരിങ്കൊത്ത് ചീപ്പ് വെള്ളം താറാമക്കളുടെ കയ്യിൽ ഒരു ബാങ്ക്. ബാങ്കിൽ അക്കൗണ്ട് വല്ലതും ഉണ്ടോ? ഫെഡറൽ ബാങ്കിൽ ഉണ്ടോ? അങ്ങനെ അച്ഛൻ അങ്ങോട്ട് ഇടിപ്പിക്കാനായിരിക്കും അല്ലേ പൈസ അങ്ങോട്ട്? അതൊന്നുമല്ല, ഒരക്ക മനസ്സിൽ കാണാം, ഒരൊറ്റ സംഖ്യ മനസ്സിൽ കാണാം. കണ്ടേ? ഒന്ന്. ആ ഒന്നിന്റെ കൂടെ വിലയില്ലാത്ത ഒരു 4 സംഖ്യയും കൂടെ. 4 സംഖ്യ വിലയില്ലാത്ത സംഖ്യ. ഏറ്റവും വില കുറഞ്ഞത് 3 ഇട്ടു. എത്രയായി ഇപ്പം? 1000. 1000 ദക്ഷിണ തന്നെ. അതിനാന്നാ പറഞ്ഞത്. അല്ല, ഇത് ദോഷം മാറ്റാൻ പൂജ അല്ല, ആദ്യം ദക്ഷിണ തന്നാലല്ലേ ഒറ്റ സംഖ്യ 9 കൊല്ലം പറഞ്ഞായിരുന്നല്ലോ. 9,000 രൂപ പോയി. ഒരു സംഖ്യ നോക്കുന്ന മനസ്സിൽ എന്റെ പൊന്നച്ചനെ നോക്കിയതൊക്കെ മതി. അപ്പൊ ഞങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കണ്ടേ? പറ, കാര്യങ്ങൾ പറ.
ഇത് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മറ്റേ രമണി ചേച്ചിയാ, ജോത്സ്യര് ഭയങ്കര പാർട്ടിയാണ്. രമണി പപ്പടം വെക്കുന്ന രമണി. ആ അത് പറപ്പാ രമണി ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. രമണിയുടെ വീട്ടിൽ ഇങ്ങനെ ബാധയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബാധ രാത്രി രാവിലെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ രാത്രി 2 മണിക്ക് വേണം ഒഴിപ്പിക്കാനൊക്കെ ഉള്ളു. ജോത്സ്യൻ അവിടെ പോയി പ്രശ്നം ഞാൻ അവൾ രാത്രി 2 മണിക്ക് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല, എന്തോ ബാധ ഒഴിപ്പിക്കുക. അവളെ വീട്ടിൽ ഭയങ്കര ബാധ. അങ്ങനെ ഞാൻ ഇവിടുന്ന് രാത്രി 2 മണിക്ക് ഒഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പോയപ്പോ എന്റെ പൊന്നു മോനെ റോഡിന്റെ നടുക്ക് നിൽക്കുക ഒരു കാട്ടാന. അയ്യോ, ജോത്സ്യൻ എന്തോ കാട്ടാന. ഞാൻ എന്താ കാട്ടാന നല്ല കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയാൻ വന്നിരിക്കുക. എന്നെ അങ്ങോട്ടും പെടത്തില്ല ഇങ്ങോട്ടും പെടത്തില്ല. ഞാൻ അവസാനം ആനയെടുത്ത് കാര്യം പറഞ്ഞു. പാവം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാ, ബാധ, ഞാൻ ചെന്ന് ഒഴിപ്പിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ആന അങ്ങ് മാറി തന്ന് ഞാൻ നേരെ അങ്ങോട്ട് പോയി. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ രമണിയിൽ അവിടെ രാത്രിയിൽ എന്തിനാ പോയെന്നാ ചോദിച്ചു. ഇവിടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആനയെടുത്ത് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കി. എന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? ഇത് വല്ലാത്ത ശല്യം വന്നിട്ടില്ലേ? എന്തൊരു ഇടപാടാണ്. നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടുന്നില്ല. പെണ്ണുമ്പളൊക്കെ ജോലി വല്ലതും ഉണ്ടോ? എല്ലാ പെണ്ണുമ്പളൊക്കെ ഉണ്ട്. പിന്നെ തൊഴിലുറപ്പിന് പോകും. പിന്നെ അല്ല ഇതിപ്പോ രാവിലെ പോകും, മറ്റേ പ്രിയദർശിനി ഉള്ളതുകൊണ്ട് ആദ്യ ട്രിപ്പ് അങ്ങോട്ട് വരുന്ന അങ്ങോട്ട് പോകും, പോയിട്ട് വരും ഉടനെ വരും. ഹിന്ദുവിന്റെ അവർക്ക് ജോലി ഇപ്പൊ സ്ഥിര ജോലിയല്ലേ, അത് വേറെ പറയണം. പറഞ്ഞ സ്ഥിരമാക്കാവുന്ന ഇതിനകത്ത് ചിലപ്പോൾ ആക്കാൻ പറ്റും. അവര് അവിടെ ഹോം നേഴ്സിന് പോവാ, അത് സ്ഥിരമാക്കാൻ പറ്റും. സ്ഥിരമാക്കാൻ പറ്റുമോ ഗവൺമെന്റ്? പ്രിയദർശിനിക്ക് എവിടെ പോകുന്നേ? പ്രിയദർശിനിക്ക് ജോലിക്ക് പോകുന്നതാണോ? ജോലിക്ക് പോകുന്നതല്ല, പിന്നെ ഞാൻ പണിക്കല്ലേ രാവിലെ വെറുതെ ടിക്കറ്റ് ഒന്നും എടുക്കണല്ലോ, അപ്പോൾ പോയിട്ട് വരുമായിട്ട് കൊള്ളാം, നല്ല ശീലം. നിങ്ങളെ പെണ്ണുങ്ങളെ പോകുന്നുണ്ടോ ഇതുപോലെ? പ്രിയദർശിനി കയറിയോ? പ്രിയദർശിനി കയറി പോകണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റേ പ്രിയദർശനിലാക്കിയാലോ? പ്രിയദർശനോ? അതിൽ കയറി പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ആണുങ്ങൾക്ക് പോകാൻ വേണ്ടി പ്രിയദർശൻ സർക്കാരിനോട് പറഞ്ഞാൽ മതി. അത് പറഞ്ഞ സെറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടുന്നില്ല. സ്ത്രീധനം തന്നെയല്ല, എന്റെ ഭാര്യ കുറച്ചെങ്കിലാ ഞാൻ നിരക്കാലോ. അതിൽ പിടിക്കണ്ടേ? ഹിന്ദു പഴയതുപോലെ പൈസ കൊണ്ടുവന്ന് എന്റെ തരാതെ എവിടെയോ കൊണ്ടുവന്ന് ഒളിപ്പിക്കുന്ന പോലെ ഒരു ചെറിയൊരു അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹോം നഴ്സ് ജോലി സ്ഥിരമാക്കണ്ട, എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. അത് കണ്ടുപിടിക്കണോ? അതൊന്നും അറിയണം, അത് എവിടെ പോകണോ, ആ പൈസ എങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നീ ആരെങ്കിലും അടിച്ചു മാറ്റുന്നത് അതും ആ കാര്യങ്ങളൊന്നും അറിയണം. നോക്കാം, ബുച്ച വെച്ച് നോക്കാം. ബുച്ച എനിക്കറിയാതെ വെക്കാൻ. ജോത്സ്യരെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പറഞ്ഞോ. എനിക്ക് പണിക്ക് പോകാൻ മടിയാ, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ മടിയാ, വൈഫിന് ജോലിക്ക് പോകാൻ മടിയാ. ഇതിന്റെ എല്ലാം കാരണം ഈ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു കൂടോത്രം ചെയ്യുക. അങ്ങനെയുള്ളവരുണ്ടോ അവിടെ? ആ ഉണ്ടോന്നോ? ഈ കാലത്തും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ? ഉണ്ട്, ഞങ്ങൾക്ക് ചെയ്തോണ്ടിരിക്കുമല്ലോ. ആണോ? അയലൊക്കെ ആരാ താമസിക്കുന്നത്? ഇപ്പൊ ആരും ഇല്ല അവിടെ. പിന്നെ ഇത് ആര് ചെയ്യാന്? അവരങ്ങ് ഗൾഫിന് പോയി. അവിടെ ഇരുന്ന് ചെയ്യുവന്നു? അവിടെ ഇരുന്നുള്ള വീടിയില്ല ഇത്. ചേടാ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറബി പ്രശ്നം വെച്ചാലേ അറിയത്തുള്ളൂ മക്കളെ. അറബി അവിടെ കിടന്ന് പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പ്രശ്നമാണ്. അല്ലല്ല, ഞാൻ ഇവിടെ അറബിയിലും പ്രശ്നം വെക്കും, പക്ഷെ ഫീസ് കൂടുതലാ. അതിന് എത്ര ആവും? അതിന് 10,000-2,000 രൂപയാവും. അപ്പൊ ഈ ഇത് കക്ക ഒന്നുമില്ല അതിന് കക്കയൊന്നും ഇല്ല. ഇല്ല, കണ്ടോ ഞാൻ പറഞ്ഞെങ്ങനെ ഇരിക്കുന്നു? ഇവിടെ നല്ല ദോഷമുണ്ട്. എവിടെ? ഇനി നിങ്ങൾ വന്നേ പിന്നെ ഇവിടെ ദോഷം. ചേട്ടന്റെ കൂടെ എന്തെങ്കിലും കാണാം, അതാ ഈ ഫോട്ടോ. അല്ലെന്ന് ഇത് പറഞ്ഞപ്പോഴേ കണ്ടില്ല, ഇവിടെ കിടന്ന ഫോട്ടോ വീളും കണ്ടു. അതാ പറഞ്ഞത്, ചേട്ടന്റെ കൂടെ എന്തോ ഉണ്ടാ. അല്ലല്ല, ഞാൻ സത്യം പറയുമ്പോ ഇങ്ങനെ എന്റെ പിന്നെ വൈദ്യരെന്ന് എനിക്ക് വായി വരുന്നേ. എന്റെ ജോത്സനെ ജോത്സനെ അല്ല, പുള്ളിയുടെ ജോത്സ്യൻ. സ്വാമി, ഞങ്ങളുടെ വീടിന്റെ അവിടെ എന്തോ ഒരു ദോഷമാണ്. ആണോ? മരത്തുപോക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, അതും അറിയാം. ഭാര്യമാര് ജോലിക്ക് പോകാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു പണിക്കും പോകുന്നില്ല, ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ഭയങ്കര ശല്യമായിട്ട് മരത്തുപോക്ക്. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? ഈ ഭാര്യയുടെ പേരുന്നാളെന്ന് പറഞ്ഞേ, 2 പേരുടെയും ഭാര്യയുടെ പേരുന്നാളെന്ന് പറഞ്ഞേ. ബിന്ദു അനിരൻ തൃക്കേട്ട. പ്രശ്നമാണല്ലോ മക്കളെ. തൃക്കേട്ടല്ലേ വൃത്തികേട്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറയുന്ന സാധനം വീടിന്റെ 4 മൂല വെക്കണം കേട്ടോ. തകിടായിരിക്കും മേടിച്ചു. തൊട്ടുരിയാടുന്നതിന് കുഴപ്പം ഇല്ല വെച്ചു. കാഴ്ച എന്തോ തകിടല്ല, CCTV ക്യാമറ 4 മൂലയിൽ സ്ഥാപിക്കും. വരുന്നവരും പോകുന്നവരും മൊത്തം അതിനകത്ത് കാണാൻ പറ്റും. എന്നാ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ചുമ്മാ നല്ല ഫോട്ടോ വീഴുന്ന ഒരു കോണിയിൽ. ഞാൻ സത്യം പറയാം, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇതുപോലൊരു 1-ാം തീയതിക്ക് ജിത്തു ഇവിടെ വന്നു. ജിത്തു അറിയത്തില്ലയോ? ദൃശ്യം സിനിമയുടെ ഡയറക്ടർ. എന്തോ കാര്യം? പുള്ളി ഇവിടെ വന്നിട്ട് ദൃശ്യം 3 ചെയ്യാൻ പോവാ. അതിന് പുള്ളി ഒരുപാട് ഇതും കരയും അവിടെ വന്നു. എന്തോ പ്രശ്നം ഉണ്ടോ പുള്ളി പറയുന്നത്? അതിൽ ജോർജ് കുട്ടിയെ പോലീസ് പിടിക്കുന്ന പുള്ളി പറയുന്നത്. പിടിക്കും. ഞാൻ പിന്നെ മൊബൈൽ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടുന്ന് പ്രശ്നം നോക്കിയിട്ട് ഒരു തകിട് പോയിട്ട് കൊടുത്തു. ജോർജ് കുട്ടിയുടെ ഇളി കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ദൃശ്യം 3 ഇപ്പം പോലീസ് പൊക്കിയില്ലല്ലോ അതിനകത്ത്. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ എന്നെ മോഹൻലാലിന്റെ ഫിഗർ ചെയ്യുന്ന കെട്ടിടം കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അതേത് കെട്ടിടം? പീസയിലെ ചരിഞ്ഞ കൊണ്ട്
പിസ്സദൂരം കാണിക്കാനൊക്കെ ഇപ്പൊ ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. ഇതുവരെ പിടിച്ചിട്ടില്ല. ആ വീട്ടിലെ കേസും പഴക്കം തീർന്നിട്ട് ഒരു കാര്യം നടക്കും. ഞാൻ കാറ് കൊടുക്കുന്നുണ്ടോ അവരുടെ? ആ പ്രശ്നം ഞാൻ ദൃശ്യം 2 തീർത്ത് വിട്ടത്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഈ എന്തുവാന്ന് എനിക്കത്തില്ല, പല്ലി ഭയങ്കര അലയായിരുന്നു. അത് ദോഷം ഉണ്ടായിട്ടാണോ? പല്ലി ഒരു കാര്യം ചെയ്യും, ചരട് ഓതി കിട്ടിത്തരാം. പല്ലിക്കോ? പല്ലിക്കല്ല, നിങ്ങൾക്ക് നിങ്ങളെ ദോഷം മാറണ്ടേ? ദോഷം മാറാൻ വേണ്ടിയോ? ചരട് കെട്ടിയാൽ മാറുമോ? ചരട് കെട്ടിയാൽ നിനക്കൊക്കെ ചരടല്ല. വേറൊരു കാര്യം കൊണ്ട് ചരടുകളുണ്ടോ? ഇല്ലല്ല, ചരടല്ല. അല്ല ജോത്സനെ, നിനക്കൊക്കെ ചരടല്ല, നിനക്കൊക്കെ കയറ് കെട്ടി വിടണം. അതെന്തിനാ? ഇതെന്റെ ഇളിയിലെ കയറ് കെട്ടിയില്ല. ഇവന് അതുപോലെ ഓരോന്ന് കുത്തി 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 ചോദിക്കുന്നു. ഞാൻ അളിയനോട് പറഞ്ഞില്ലയോ, ജപിച്ച് വെച്ചതാ. അത് തൊട്ടെങ്കിൽ അത് കെട്ടിയേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന കാര്യം അതേപോലെ ചെയ്യണം. കഴിഞ്ഞ വട്ടം ഒരു അമ്മാവൻ ഇവിടെ വന്നായിരുന്നു. അമ്മാവൻ ഇവിടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ദോഷമുണ്ട് അമ്മാവന്. ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവൻ നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയിലും അവനവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മാവൻ റേഷൻ കടയിൽ പോയി അരി മേടിക്കും, അരിമണി നോക്കും, പേരില്ല. പല്ലുകടയിൽ പോവും, അരി മേടിക്കും, അമ്മാവന്റെ പേരില്ല. പാവം ലാസ്റ്റ് പട്ടിണി കിടന്ന് ചത്ത്. പുള്ളിയുടെ പേരില്ലല്ലോ. അതെങ്ങനെ? പുള്ളിയുടെ പേരില്ലല്ലോ. ഓരോ അരിമണിയിലും അവനവന്റെ പേര് എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. ചോറൊന്നും വെച്ച് കഴിക്കുന്നില്ല. പുള്ളിയുടെ പേരില്ലാത്തതുകൊണ്ട് പുള്ളി കഴിച്ചില്ല. ചുമ്മാ അരി വറക്കി കളഞ്ഞോണ്ടിരിക്കും. പേരില്ലെങ്കിൽ പിന്നെ വെച്ചോണ്ടിരുന്നത്. ഇത് ഡിക്ഷണറി എല്ലാ പിള്ളേർക്കും പറ്റുന്നതാണ്. ഏതാ? അതിലൊന്നും പിടിക്കരുത് ഡിക്ഷണറി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. നിങ്ങൾ ഉഷയില്ലേ പറഞ്ഞു വിട്ടേ? ഉഷയെ പറഞ്ഞു വിട്ടെ. ഈ ഉഷയുടെ ഈ ഒരു സംഭവമുണ്ട്. ഉഷ ആരോഗ്യകരമായ ഒരു ആൺകുഞ്ഞെ പ്രസവിക്കുന്നു പറഞ്ഞതാരാ? ആരാ പറഞ്ഞത്? ഞാനാ. അത് ശരി. രഘുവിന്റെ ഭാര്യ ഒളിച്ചോടി പോകുന്നു പറഞ്ഞതാരാ? ആരാ? ഞാനാ. മുരളിയുടെ പോത്തിനെ കാണത്തില്ലെന്ന് പറഞ്ഞതാരാ? ആരാ? ഞാനാ. അശ്വതിയുടെ 10 കോഴിയെ കാണാതെ പോകുന്നു പറഞ്ഞതാരാ? ആരാ? ഞാനാ. സുജാതയുടെ 5 പവന്റെ മാല കാണത്തില്ലെന്ന് പറഞ്ഞില്ലയോ? ആരാ? ഞാനാ. അപ്പൊ ഇതെല്ലാം ചെയ്തതാരാ? ഞാനാ. കണ്ടോ, സത്യസന്ധമുള്ള ജ്യോത്സ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ ഇറങ്ങിയേക്കെ ഇവൻ. അങ്ങനെ ഞാനോടൊന്ന് കൊടുക്കട്ടെ.